നിങ്ങളുടെ മൊഡ്യൂൾ 2 ഫ്രിക്ഷൻ എന്ന് പറയുന്ന പോർഷൻസിൽ കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലംസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്നാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് തിയറി പോർഷൻ പഠിക്കണം. ഓക്കെ, ആ തിയറി പോർഷൻ പഠിക്കുന്നതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ആ കണ്ടീഷൻസാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യമായിട്ട് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ടെങ്കിൽ ഫോഴ്സസ് എങ്ങനെയാണ് റിസോൾവ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഒരു ഫോഴ്സ് റിസോൾവ് ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ ഈ ലോസിൽ സ്ക്രീനിൽ കാണുന്ന ഈ ലോസ്, അതായത് ഒരു ഡയഗ്രാം നിങ്ങൾ തന്നെ വരക്കണം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു ഡയഗ്രാം കണ്ടില്ലേ, RWFP എന്ന് പറയുന്ന ഡയഗ്രാം. ഇത് R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ റിയാക്ഷൻ, P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് അപ്ലൈഡ്, F എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ്, W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വെയിറ്റ്. ഓക്കെ, ഇത് എല്ലാം വെവ്വേറെ ഡയറക്ഷനിലോട്ടാണ്. സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ നമ്മളുടെ വെയിറ്റ് എപ്പോഴും ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായിട്ടായിരിക്കും നോർമൽ റിയാക്ഷൻ. അതാണ് W ഡൗൺവേർഡും നോർമൽ റിയാക്ഷൻ അപ്വേർഡും കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഫോഴ്സ് P എന്ന് പറയുന്നത് നമ്മൾ പുൾ ചെയ്യുന്ന ഫോഴ്സ്, അതല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, അത് ടുവേഡ്സ് റൈറ്റ് സൈഡിലോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലേ, ഏതെങ്കിലും ഒരു ഫോഴ്സിൻ്റെ മൂവ്മെൻറ്റ് ഓഫ് എ ബോഡിക്ക് എതിരായിരിക്കുള്ളൂ എപ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന നേരെ അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ റിസോൾവ് ചെയ്യണമെങ്കിൽ കുറച്ച് സൈൻ കൺവെൻഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ സൈൻ കൺവെൻഷനാണ് ഇവിടെ പറയുന്നത്. അതായത് ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സസ് ആക്ടിങ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം. പിന്നെ അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എല്ലാം നെഗറ്റീവായിട്ടും എടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇനി അപ്വേർഡ് ഡയറക്ഷനിലുള്ളത് പോസിറ്റീവായിട്ട് എടുത്താൽ നേരെ ഓപ്പോസിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ളത് നെഗറ്റീവായിട്ട് എടുക്കണം. അതാണ് ആ മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വൈസ് വേഴ്സ ക്യാൻ ബി ടേക്കൺ എന്ന്. ഓക്കെ, ഇനി ഹൊറിസോണ്ടലായിട്ട് ഫോഴ്സ് റിസോൾവ് ചെയ്യുമ്പോഴുള്ള ലോസാണ്. ഓക്കെ, അതായത് ഫോഴ്സസ് ആക്ടിങ് റൈറ്റ് സൈഡിലോട്ടുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷനെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മളുള്ള ഫോഴ്സ് എല്ലാം നെഗറ്റീവായിട്ട് എടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ വൈസ് വേഴ്സ. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. എന്തായിട്ട്? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്കൊരു 8 കണ്ടീഷൻ നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ആദ്യത്തെ കണ്ടീഷനിലോട്ട് കിടക്കുകയാണെങ്കിൽ ദ ഫോഴ്സസ് അപ്ലൈഡ് ഹൊറിസോണ്ടലി, ഇതാണ് ആദ്യത്തെ. അതായത് ഒരു ബ്ലോക്ക് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലിരിക്കുന്നു, ഈ ഫിഗറിൽ കാണുന്ന പോലെ. ഓക്കെ, P എന്ന് വരുന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് റൈറ്റ് സൈഡിലോട്ട്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും, F എന്ന് പറഞ്ഞാൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. R നോർമൽ റിയാക്ഷൻ, ബിക്കോസ് അത് വെയിറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് വെയിറ്റ് എപ്പോഴും ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ ഈ ഡയഗ്രാം, അതായത് ഈ ഫോഴ്സസിൻ്റെ ഇക്വിലിബ്രിയം ഡയഗ്രാം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ റിസോൾവ് ചെയ്യുകയാണ്. ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം വെർട്ടിക്കൽ ഫോഴ്സും ഹൊറിസോണ്ടൽ ഫോഴ്സസും ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഓക്കെ, ഇതിൽ വെർട്ടിക്കൽ ഫോഴ്സസ് R ഉണ്ട്, W ഉണ്ട്. ഓക്കെ, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇനി ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഏതൊക്കെയാണ്? P ഉണ്ട്, F ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫോഴ്സസിനെ വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഫോഴ്സസ് മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി ഫോഴ്സസിനെ ഹൊറിസോണ്ടലായിട്ടാണ് റിസോൾവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ് മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സ് എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നതെന്നാണ് ഞാൻ ആ നോട്ട്സിൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ സെയിം തന്നെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, വെർട്ടിക്കൽ ഫോഴ്സ് ഏതൊക്കെയുണ്ട്? W എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നത് നമ്മൾ സൈൻ കൺവെൻഷൻ അനുസരിച്ച് എങ്ങനെയാണ് പറഞ്ഞത്? സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് പോസിറ്റീവായിട്ടാണ് എടുക്കാൻ. ഓക്കെ, അതുകൊണ്ടാണ് W പോസിറ്റീവ് സൈൻ. പോസിറ്റീവ് ലെഫ്റ്റ് സൈഡിലുണ്ടെങ്കിൽ നമ്മൾ എഴുതില്ലല്ലോ, അതുകൊണ്ടാണ് W എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി R-ൻ്റെ സൈൻ എന്താണ് മൈനസ് ആയത്? നേരെ അപ്വേർഡ് ഡയറക്ഷനിലാണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു സൈൻ കൺവെൻഷനാണ്. അതായത് നമ്മളുടെ ഈസ് ഓഫ് കാൽക്കുലേഷന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഫോളോ ചെയ്ത് പോകുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു റൂൾ. ഓക്കെ, ഇത് ഫ്രിക്ഷൻ്റെ ഒരു തിയറിയിലും നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യണമെന്ന് നിങ്ങളാരും കമ്പൽ ചെയ്യില്ല, അങ്ങനെയൊന്നും എഴുതിയും വെച്ചിട്ടില്ല. പക്ഷേ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഈ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, and W minus R is equal to 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഫോഴ്സസ് വെർട്ടിക്കലി റിസോൾവ് ചെയ്യുന്നത്. ഇനി ഫോഴ്സസ് ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? റൈറ്റ് സൈഡിലോട്ട് ആക്ട് ചെയ്യുന്നതാണ് P, ലെഫ്റ്റ് സൈഡിലോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് F ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ
പിയുടെ സൈൻ എന്തോരും പോസിറ്റീവ്, അതാണ് പി. ഓക്കെ, പി പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട് കണ്ട. നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് ആക്ട് ചെയ്യുന്നത് ഫോഴ്സ് എഫ്, അത് നെഗറ്റീവായിട്ടാണ് എടുത്തേക്കുന്നത്. കാരണം ലെഫ്റ്റ് സൈഡിലോട്ടുള്ള നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് നെഗറ്റീവായിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് 0. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ നിങ്ങൾക്ക് ഫോഴ്സ് ഈസ് അപ്ലൈഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. അതായത് പി എ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, നമ്മൾ ഹൊറിസോണ്ടലിന് പാരലായിട്ടായിരുന്നു ആദ്യം ആക്ട് ചെയ്തത്. ഇനി രണ്ടാമത്തെ കേസിൽ അത് അറ്റ് ആൻ ആംഗിൾ തീറ്റ കണ്ട, അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. അതായത് പി പാരലല്ല, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിന് ഒരു ആംഗിളിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ആ പി എന്ന് പറയുന്ന ഫോഴ്സസിനെ നമ്മൾ രണ്ട് കമ്പോണൻ്റായിട്ട് അവിടെ തന്നെ റിസോൾവ് ചെയ്യണം. എങ്ങനെ? വെർട്ടിക്കൽ കമ്പോണൻ്റായിട്ടും ഹൊറിസോണ്ടൽ കമ്പോണൻ്റായിട്ടും. വെർട്ടിക്കൽ കമ്പോണൻ്റ് എപ്പോഴും സൈൻ കമ്പോണൻ്റ് ആയിരിക്കുള്ളൂ. അതായത് പിയുടെ വെർട്ടിക്കൽ കമ്പോണൻ്റ് പി സൈൻ തീറ്റയും ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് പി കോസ് തീറ്റയും ആയിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ ഡയറക്ഷൻ വന്നത് നമ്മൾ +2 ട്രയാങ്കുലർ ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് പിയുടെ ഡയറക്ഷൻ എപ്പോഴും ഏത് ഡയറക്ഷനിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, അതായത് അപ്വേർഡ് ഡയറക്ഷനിലോട്ടാണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്ജസൻറ്റ് ഫോഴ്സായ പി കോസ് തീറ്റയുടെ ഡയറക്ഷൻ എടുക്കേണ്ടത് നേരെ അതിൻ്റെ സെയിം ഡയറക്ഷനിൽ ഓൾമോസ്റ്റ് എടുക്കാൻ നോക്കുക. എന്നിട്ട് സൈൻ തീറ്റയുടെ, അതായത് വെർട്ടിക്കൽ കമ്പോണൻ്റിൻ്റെ ഡയറക്ഷൻ ആ ഒരു കണ്ടിന്യൂഷനാണത്. ഓക്കെ, അതായത് പി കോസ് തീറ്റയുടെ ഹെഡ്, അതായത് ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന എൻഡ് ഏതിൻ്റെ ടെയിലാണ് മീറ്റ് ചെയ്യേണ്ടത്, പി സൈൻ തീറ്റയുടെ ടെയിലിൽ. ഓക്കെ, അപ്പോൾ നേരെ പി സൈൻ തീറ്റയുടെ ഹെഡ് നേരെ ഏതിൻ്റെ ഹെഡായിട്ട് മീറ്റ് ചെയ്യണം, വെർട്ടിക്കൽ, അതായത് നമ്മളുടെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് പിയുടെ ഹെഡിൽ മീറ്റ് ചെയ്യണം. അതായത് പി കോസ് തീറ്റയുടെ ആരോ മാർക്ക് റൈറ്റ് സൈഡിലോട്ട്. ഓക്കെ, കാരണം നമുക്ക് ഓൾറെഡി പിയുടെ ഡയറക്ഷൻ, അതായത് അബ്സല്യൂട്ട് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്, അപ്വേർഡായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എടുക്കണമെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, പി കോസ് തീറ്റ എന്ന് പറയുന്ന ഡയറക്ഷൻ ഓൾമോസ്റ്റ് പിയുടെ ഡയറക്ഷന് സെയിം ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കണം പി സൈൻ തീറ്റ. എപ്പോഴും പി കോസ് തീറ്റയുടെ കണ്ടിന്യൂഷൻ ആയിരിക്കണം അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റായ സൈൻ കമ്പോണൻറ്റ്. അതുകൊണ്ടാണ് നേരെ അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന പോലെ ഒരു ആരോ മാർക്ക് പി സൈൻ തീറ്റ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പക്ഷേ പിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, അപ്വേർഡാണ്. അതായത് അതൊരു സൈക്ലിക് കമ്പോണൻ്റായിട്ട്, അതായത് ഒരു സൈക്കിൾ പോലെ നമ്മളുടെ ആരോ മാർക്ക് ആക്ട് ചെയ്യരുത്, അത് നിർബന്ധമാണ്. ഓക്കെ, റിസൾട്ടൻ്റ് ഓൾറെഡി ഫസ്റ്റ് തന്നിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് ഫോഴ്സിൻ്റെ പി ഡയറക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് അപ്വേർഡായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഓൾമോസ്റ്റ് അതിൻ്റെ ഡയറക്ഷൻ തന്നെ കോസ് കമ്പോണൻറ്റിന് എടുക്കുക, അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ സൈൻ കമ്പോണൻറ്റ് എടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ട്രയാങ്കുലർ ലോ ഓഫ് ഡയറക്ഷൻ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ ഡയറക്ഷൻ തന്നെ 2 പ്രാവശ്യം എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ആയിക്കോളൂ. ഈ ഡയഗ്രാം നിങ്ങൾക്കൊരിക്കലും ക്വസ്റ്റ്യനിൽ, അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തരില്ല. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഡാറ്റയെ തരുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കേണ്ട ഒരു ഡയഗ്രാമാണ്, വേറൊന്നുമില്ല. ഒരു വെയിറ്റ് തരുമ്പോൾ അതിന് എപ്പോഴും ഡൗൺവേർഡ് ആയിട്ട് അത് ആക്ട് ചെയ്യും. നോർമൽ റിയാക്ഷൻ അതിൻ്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കുള്ളൂ 6. പിന്നെ ചെയ്യേണ്ടത് അതിൻ്റെ ഫോഴ്സ് കമ്പോണൻ്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ തന്നെ നമ്മൾ റിസോൾവ് ചെയ്യണം. പി സൈൻ തീറ്റയും പി കോസ് തീറ്റയുമായിട്ട് റിസോൾവ് ചെയ്യണം. പിന്നെ നോക്കിയേ, ഇവിടുത്തെ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷൻ, അതായത് വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതാണ് എഫ് ലെഫ്റ്റ് എൻഡിലോട്ട് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് റിസോൾവ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് റിസോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെർട്ടിക്കൽ കമ്പോണൻറ്റും ഓഫ് ഫോഴ്സസും ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. ഓക്കെ, ഇതിൽ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഏതൊക്കെയാണ്? ഒരു കാരണവശാലും അബ്സല്യൂട്ട് കമ്പോണൻ്റായ പി എടുക്കരുത്. ഓക്കെ, പിയുടെ വാല്യൂ ആണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഒക്കെ മാറ്റിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഉണ്ട്, ലെഫ്റ്റ് എൻഡിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നു. പിന്നെ കോസ് തീറ്റയുണ്ട്, പി കോസ് തീറ്റയുണ്ട്, അത് റൈറ്റ് എൻഡിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അത് രണ്ടും മാത്രമേ ഉള്ളൂ. ഏത്
ഹൊറിസോണ്ടലായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡിലോട്ടുള്ളത് നമ്മൾ സൈൻ കൺവെൻഷൻ അനുസരിച്ച് പോസിറ്റീവ്, അതായത് പി കോസ് തീറ്റ. ലെഫ്റ്റ് ഹാൻഡിലോട്ടുള്ളത് സൈൻ കൺവെൻഷൻ അനുസരിച്ച് നെഗറ്റീവ്, അതായത് -f. എന്നിട്ട് അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക, -0. ഓക്കെ, അപ്പോൾ അവിടെ അത് കഴിഞ്ഞ് ഇനി വെർട്ടിക്കലായിട്ട് എങ്ങനെയാണ്? വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇവിടെ ഏതൊക്കെയുണ്ട്? നോർമൽ റിയാക്ഷൻ ഉണ്ട്, അപ്വേർഡ് ഡയറക്ഷൻ, സോ അത് നെഗറ്റീവ് ആയിരിക്കും. വെയിറ്റ് ഉണ്ട്, ഡൗൺവേർഡ് ഡയറക്ഷൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതെല്ലാം പോസിറ്റീവാണ്. പിന്നെ പി സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, അതായത് നമ്മൾ ഒരു ഫോഴ്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. പി എന്ന് പറഞ്ഞ ഫോഴ്സിനെ ഹൊറിസോണ്ടലും വെർട്ടിക്കലോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ വെർട്ടിക്കലാണ് റിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്തായാലും എടുക്കണം. പി സൈൻ തീറ്റയും ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ അപ്വേർഡ്, അതുകൊണ്ട് നെഗറ്റീവ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, W - R - P സൈൻ തീറ്റ. ഓക്കെ, ഇനി അത്രയും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഈ ഡയഗ്രാം വരക്കാൻ പഠിച്ചിരിക്കണം. പിന്നെ ഈ റിസോൾവിങ് ഈ മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പ്രോബ്ലം ഷുവറായിട്ടും സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ താഴെ പി കോസ് തീറ്റ = F എന്ന് പറഞ്ഞ് കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് ലാസ്റ്റ് ഒരു ഇക്വേഷൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, P = W sin φ / cos θ - φ. ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് അത് പഠിക്കുകയാണെങ്കിൽ, അതായത് ഈ റിസോൾവിങ് മെത്തേഡ് വേണ്ട, ഞാൻ അൾജിബ്രൈക് മെത്തേഡായിട്ടുള്ള ഇങ്ങനത്തെ സോൾവ് ചെയ്തിട്ടുള്ള മെത്തേഡ് ഞാൻ ഫോളോ ചെയ്തോളാം എങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യാനാണ് നല്ലത്. ഓക്കെ, പക്ഷേ ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും സിമ്പിളായിട്ട് ടൈം എപ്പോഴും സേവ് ചെയ്യാൻ പറ്റിയ മെത്തേഡ് റിസോൾവിങ് മെത്തേഡാണ്. ഓക്കെ, അതുകൊണ്ട് ഇത് രണ്ട് മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് റിസോൾവിങ് മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതേപോലത്തുള്ള പ്രോബ്ലം തരുമ്പോൾ ആ ഡയഗ്രാം വരക്കുക, ഈ ലാസ്റ്റത്തെ ഇക്വേഷനില്ലേ P = W sin φ, ഈ ഇക്വേഷൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷേ നമ്മൾ റിസോൾവ് ചെയ്യുന്നതിൻ്റെ അത്രയുള്ള ഒരു കോൺഫിഡൻസ് ഒരിക്കലും നമുക്ക് ഈ ഇക്വേഷൻ ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും വർക്ക് ചെയ്ത് അതിൽ എക്സ്പേർട്ട് ആയിരിക്കണം. ഓക്കെ, കാരണം ആ ഡയഗ്രാം ഇത് ആരോ മാർക്കൊക്കെ കാണുമ്പോൾ ഇതായിരിക്കണം ഇക്വേഷൻ എന്ന് നിങ്ങൾക്ക് എത്താനുള്ള, അതായത് ഒരു കൺക്ലൂഡ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ ബേസിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ റിസോൾവിങ് മെത്തേഡ്, അതായത് വെർട്ടിക്കലായിട്ട് ഫോഴ്സ് റിസോൾവ് ചെയ്യുക, ഹൊറിസോണ്ടലായിട്ട് ഫോഴ്സ് റിസോൾവ് ചെയ്യുക, ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഫിഗർ വരക്കണം. ഫിഗർ വരച്ചിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആംഗിളിലാണ് തന്നേക്കണമെങ്കിൽ ആ കമ്പോണൻറ്റിനെ വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ ആദ്യത്തെ രണ്ട് റിസോൾവിങ് മാത്രം ഇതിൽ പഠിച്ചാൽ മതി. ഓക്കെ, ബാക്കി നിർബന്ധമുള്ളവർ പഠിക്കുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ആ റിസോൾവിങ് മെത്തേഡ് മാത്രം ഫോളോ ചെയ്താൽ മതി. ഇനി അടുത്തത് ഒരു ഫോഴ്സ് ഈസ് പാരലൽ, അടുത്ത കണ്ടീഷനാണ്, ഫോഴ്സ് ഈസ് പാരലൽ ടു ദ പ്ലെയിൻ ആൻഡ് ദ ബോഡി ടെൻസ് ടു സ്ലൈഡ്. അതായത് ഫോഴ്സ് ഒരു പ്ലെയിന് പാരലലാണ്, പക്ഷേ ആ ബോഡി ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, ഫിഗർ കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? അപ്പോൾ ഈ ഒരു കണ്ടീഷനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഈ ഡയഗ്രാം ഉൾപ്പെടെ നമ്മൾ വരയ്ക്കേണ്ടതാണ്. അപ്പോൾ വരയ്ക്കേണ്ട സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് ഒരു ആംഗിൾ ഉണ്ടാവും, അതാണ് ആൽഫ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഒരു സാധനം ഒരു സ്ലോപ്പിലിരിക്കുമ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ വെയിറ്റ് നേരെ വെർട്ടിക്കലി ഡൗൺവേർഡായിട്ട് ആക്ട് ചെയ്യില്ല, അറ്റ് ആൻ ആംഗിളിലേ ആക്ട് ചെയ്യുള്ളൂ. അതാണ് അവിടെ W ഒരു ഡബിൾ ലൈനിൽ ഞാൻ കാണിച്ചിരിപ്പുണ്ട്, അത് അതിൻ്റെ അബ്സല്യൂട്ട് കമ്പോണൻ്റ് ആണ്. ഓക്കെ, W എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അബ്സല്യൂട്ട് കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ആംഗിളിലാണ്, അപ്പോൾ എവിടെയാണോ ആംഗിൾ വരുന്നത് അവിടെ നമ്മൾ റിസോൾവ് ചെയ്യണമെന്ന് നേരത്തെ പഠിച്ചു. ഓക്കെ, അപ്പോൾ അത് W കോസ് ആൽഫയായിട്ടും W സൈൻ ആൽഫയായിട്ടും നമ്മൾ റിസോൾവ് ചെയ്തു. ഓക്കെ, ആൽഫക്ക് നേരെ ഓപ്പോസിറ്റുള്ള കമ്പോണൻറ്റ് എപ്പോഴും സൈൻ കമ്പോണൻ്റ് ആയിരിക്കുള്ളൂ അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ടാണ് അത് ഇവിടെ W സൈൻ ആൽഫ വരുന്നത്. ഇനി അതിന് നേരെ അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്നത്, ആംഗിളിന് നേരെ അടുത്ത് കിടക്കുന്നത് അതിൻ്റെ കോസ് കമ്പോണൻ്റ് ആയിരിക്കും, അതുകൊണ്ട് W കോസ് ആൽഫ. ഓക്കെ, ഇനി ഇത് ട്രിഗണോമെട്രി അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ നമ്മളുടെ ഒരു ഈസിനെസ്സിന് വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഡയറക്ഷൻ നോക്കിയേ, W എപ്പോഴും ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡയറക്ഷൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാണ്, ആ ഡയറക്ഷൻ തന്നെ നിങ്ങൾ കോസ് കമ്പോണൻറ്റിനെ ഫോളോ ചെയ്യുക. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആ കോസിനും താഴോട്ട് ആരോ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ നമ്മൾ സൈൻ കമ്പോണൻറ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രയാങ്കുലർ ലോ ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്ന സംഭവമാണത്. ഓക്കെ, ട്രയാങ്കുലർ ലോ ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ലോയാണത്, +2 പഠിച്ചതാണ്. അതായത്
കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യണം ആ ഫ്ലോയുടെ. അതാണ് അവിടെ ഡബ്ല്യു കോസ് ആൽഫ ഡൗൺവേർഡ്, പിന്നെ ഡബ്ല്യു സൈൻ ആൽഫ നേരെ ലെഫ്റ്റിലോട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും വരേണ്ടത് ഡബ്ല്യു അപ്വേർഡ് ആയിട്ടാണ് ലോ അനുസരിച്ച്. പക്ഷേ ലോ അനുസരിച്ചല്ല, നമ്മളുടെ ഈ കോൺസെപ്റ്റ് അനുസരിച്ച് നേരെ ഡബ്ല്യു അപ്വേർഡ് ആയിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഓൾറെഡി വെയിറ്റ് എപ്പോഴും ഡൗൺവേർഡ് ആയിട്ടാണ് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടേഴ്സ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇനി 6 വേറെ ഒന്നുമില്ല, നോർമൽ റിയാക്ഷൻ വെയിറ്റിന് നേരെ അപ്വേർഡ് ആയിട്ട്. ഓക്കെ, അത് മാർക്ക് ചെയ്ത് പി ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് എന്തുകൊണ്ടാണ് നമ്മൾ റൈറ്റ് മോസ്റ്റ് ഡയറക്ഷനിലോട്ട് കാണിച്ചിരിക്കുന്നത്? അത് അവർ തരില്ല, നമ്മൾ തന്നെ എഴുതേണ്ട സംഭവം ഉണ്ടത്. അതായത് പി എന്ന് പറയുന്ന ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല, അതായത് ബോഡി റെസ്റ്റിലിരിക്കുകയാണ്, ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ബോഡിക്ക് എങ്ങോട്ടാണ്? താഴത്തോട്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് സ്ലിപ്പ് ചെയ്ത് വരാനുള്ള ടെൻഡൻസി ഉണ്ടാകും ഒരു സ്ലോപ്പിലിരിക്കുമ്പോൾ അല്ലേ. അപ്പോൾ നോർമലി അതിൻ്റെ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? അപ്വേർഡ് ഡയറക്ഷൻ. ഇതാണ് അവിടെ എഫ് അപ്വേർഡ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യാനുള്ള കാരണം. ഇനി അത് റിസോൾവ് ചെയ്യണം. ഓക്കെ, ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് കാരണങ്ങൾ, നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇനി അത് റിസോൾവ് ചെയ്തേക്കണേണ്. ഓക്കെ, അപ്വേർഡ് ഡയറക്ഷനിലുള്ള വെർട്ടിക്കൽ ഫോഴ്സസ് എങ്ങനെയാണ്? നമ്മൾ ഏതൊക്കെയാണ് ഇതിൽ വെർട്ടിക്കൽ ഫോഴ്സസ്? 6 ഉണ്ട്. നോർമൽ റിയാക്ഷൻ ഉണ്ട്, പിന്നെ ഡബ്ല്യു കോസ് ആൽഫ ഉണ്ട്. ഇനി അത് റിസോൾവ് ചെയ്യണം. ഹൊറിസോണ്ടലായിട്ടുള്ള വെർട്ടിക്കലായിട്ടുള്ള ഫോഴ്സാണ് 6 അപ്വേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് നെഗറ്റീവ് എടുത്ത് കോസ് ആൽഫ ഡബ്ല്യു കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ്, അപ്പോൾ അത് പോസിറ്റീവ്. അതായത് ഡബ്ല്യു കോസ് ആൽഫ മൈനസ് ആർ ഈക്വൽ ടു 0. കണ്ടില്ലേ? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ ഫോഴ്സസ് ആണ് വെർട്ടിക്കലായിട്ട് ആക്ട് ചെയ്യുന്നത്? വെർട്ടിക്കൽ കഴിഞ്ഞു, ഇനി ഹൊറിസോണ്ടൽ പി ആക്ട് ചെയ്യുന്നുണ്ട്, ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു സൈൻ കമ്പോണൻ്റ് ഉണ്ട് അല്ലേ. അതായത് ഫോഴ്സസ് ഏതൊക്കെയാണ്? പ്ലെയിന് ഹൊറിസോണ്ടൽ, പിന്നെ പ്ലെയിന് വെർട്ടിക്കൽ. ഈ 2 കൺസിഡറേഷനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡബ്ല്യു സൈൻ ആൽഫ എന്ന് പറയുന്നത് ലെഫ്റ്റ് എൻഡിലോട്ട് പോവുകയാണ്, അപ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കുള്ളൂ. പിന്നെ പിയും എഫും റൈറ്റ് എൻഡ്, അപ്പോൾ അത് രണ്ടും പോസിറ്റീവ്. ഓക്കെ, നമുക്ക് അങ്ങനെയാണോ നോക്കാം. കണ്ട, പിയും എഫും പോസിറ്റീവായിട്ട് എടുത്ത് മൈനസ് ഡബ്ല്യു സൈൻ ആൽഫ. കാരണം ഡബ്ല്യു സൈൻ ആൽഫ എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് ലെഫ്റ്റ് എൻഡിലോട്ട്. നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന ഒരു സൈൻ കൺവെൻഷനാണ്. ഇതൊരു ബുക്കിലൊന്നും പ്രീ റിട്ടൺ ആയിട്ട് ആരും എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെ അത് റിസോൾവ് ചെയ്തു. ഇനി അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പോലെ പറഞ്ഞ പോലെ ഒരു സോൾവിങ് മെത്തേഡാണ് പിയുടെ ഇക്വേഷൻ ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു കണ്ടീഷനിൽ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഡയഗ്രാം എന്നാണ് പറയുന്നത്. ഇക്വിലിബ്രിയം ഡയഗ്രാം, ഈ ഡയഗ്രാം നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഈ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, ആ സിംപ്ലിഫിക്കേഷൻ എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഞാൻ അതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അത് നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ, ഞാനത് നിങ്ങളോട് പഠിക്കാൻ പറയില്ല. കാരണം നമ്മൾ സോൾവ് ചെയ്യുന്നത് റിസോൾവിങ് മെത്തേഡ് യൂസ് ചെയ്താണ്. അല്ലെങ്കിൽ ആ ഇക്വേഷൻ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഡിറൈവ് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടുപിടിക്കണം. ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അതിനേക്കാളും 2 ബെറ്ററാണ് ഏത്? ആ ഫോഴ്സ് റിസോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി 3ാമത്തെ, ദ ഫോഴ്സ് ഈസ് പാരലൽ ടു ദ പ്ലെയിൻ. ഓക്കെ, കണ്ടോ, ഫോഴ്സ് പാരലലാണ്. ഓക്കെ, ആൻഡ് ദ ബോഡി അറ്റ് ദ പോയിന്റ് ഓഫ് സ്ലൈഡിങ്. അതായത് പി എന്ന് പറഞ്ഞ ഫോഴ്സ് നേരത്തെ കണ്ടീഷനിൽ പി എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല, ബോഡി റെസ്റ്റിലായിരുന്നു. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ പി എന്നുള്ള ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ബോഡിനെ നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാനാണ് ടെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ദ പോയിന്റ് ഓഫ് സ്ലൈഡിങ് അപ്പ് ദ പ്ലെയിൻ. അതായത് പ്ലെയിനിൻ്റെ മുകളിലോട്ട് വലിക്കാനുള്ള ഒരു ടെൻഡൻസി. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കുള്ളൂ? നേരെ മ്യൂ ആർ താഴത്തോട്ട്. അതാണ് എഫ് ഇസിക്കൽ ടു മ്യൂ ആറിൻ്റെ ഡയറക്ഷൻ താഴത്തോട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ആർ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ. ഓക്കെ, ഡബ്ല്യു എന്ന് പറഞ്ഞത് താഴത്തോട്ട് ആക്ട് ചെയ്യും, പക്ഷേ അത് ഇംഗ്ലണ്ട് പ്ലെയിനിൽ ഇരിക്കുന്ന കാരണം ആൽഫ എന്ന് പറഞ്ഞൊരു ആംഗിൾ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ സൈൻ കമ്പോണൻറ്റും കോസ് കമ്പോണൻറ്റും ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി അത് റിസോൾവ് ചെയ്യുന്ന മെത്തേഡാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതേനാ പി മൈനസ് മ്യൂ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് എന്ന് എഴുതുക, അല്ലെങ്കിൽ മ്യൂ ആർ എന്ന് എഴുതുക. മൈനസ് ഡബ്ല്യു സൈൻ ആൽഫ ഇസിക്കൽ ടു 0. ഓക്കെ, അതായത് പി എന്ന് പറഞ്ഞത് അവിടുത്തെ ഫോഴ്സ്, അവിടുത്തെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതൊക്കെയുണ്ട്? പി അപ്ലൈഡ് ഫോഴ്സ് പി ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ ആർ ഉണ്ട്, പിന്നെ ഡബ്ല്യു സൈൻ ആൽഫ ഉണ്ട്. അപ്പോൾ ഡബ്ല്യു സൈൻ ആൽഫയുടെയും മ്യൂ ആറിൻ്റെയും ഡയറക്ഷൻ, എഫിൻ്റെയും ഡയറക്ഷൻ ടുവേഴ്സ് ലെഫ്റ്റ് ആണ്. ഓക്കെ, കണ്ട, ലെഫ്റ്റ് ആണ്, അതുകൊണ്ട് അത് മൈനസ് എടുത്ത്. ഓക്കെ, പി അപ്ലൈഡ് ഫോഴ്സ് പോസിറ്റീവ്,
അതായത് റൈറ്റ് സൈഡിലോട്ടുള്ള ഡയറക്ഷൻ, അതുകൊണ്ട് അത് പോസിറ്റീവ് എടുത്ത് അത് ഇക്വൽ ടു 0 ചെയ്ത്. ഓക്കെ, ഇനി വെർട്ടിക്കൽ ഫോഴ്സ് ഏതൊക്കെയാണ്? ഡബ്ല്യു കോസ് ആൽഫയും ആറും, അതായത് ഡബ്ല്യു കോസ് ആൽഫ മൈനസ് ആർ ഈക്വൽ ടു 0 എന്ന് വരും. കാരണം ഡബ്ല്യു കോസ് ആൽഫ മാത്രമേ ഉള്ളൂ താഴോട്ട്, ബാക്കി നോർമൽ റിയാക്ഷൻ അപ്വേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ അത് റിസോൾവ് ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഈ റിസോൾവിങ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, എന്നിട്ട് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുക. അത് ഞാൻ പ്രോബ്ലം എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുള്ള ഒരു സംഭവമാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യാം. ഓക്കെ, ഫൈനൽ ഇക്വേഷൻ പി ഈക്വൽ ടു സൈൻ ആൽഫ പ്ലസ് ഇൻറ്റു ആൽഫ പ്ലസ് 5 ഡിവൈഡ് ബൈ കോസ് 5. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കിട്ടും. പക്ഷേ നിങ്ങൾ അത്രയും എക്സ്പേർട്ട് ആയിരിക്കണം. ഞാനത് റിപ്പീറ്റ് ചെയ്യണത് നിങ്ങൾ റിസോൾവിങ് മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാനാണ്. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് കേസ് 3. ഫോഴ്സ് ഈസ് ഹൊറിസോണ്ടൽ ടു ദ ഓർ പാരലൽ ടു ദ ബേസ് ആൻഡ് ടെൻസ് ടു സ്ലൈഡ്. അതായത് ഇൻക്ലൈൻഡ് ബോഡി. ഓക്കെ, ഇൻക്ലൈൻഡ് ബോഡി ഇരിക്കണതാണ്. ഓക്കെ, ഇതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കണ്ട, ഈ ഡബിളായിട്ട് കാണിച്ചേക്കുന്ന ലൈൻ കണ്ട, അതാണ് പി. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ, അതായത് പാരലൽ ടു ദ ബേസ്. ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി ഈക്വൽ ടു കാണിച്ചിരിക്കുന്നത്, ഇതാണ് ബേസ്, അതിന് പാരലായിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പാരലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം? അങ്ങനെ പാരലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു ആംഗിൾ അതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഏതായിട്ട്? ബേസ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസിൻ്റെ ഒരു ഇത് പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്ന ഫോഴ്സ് അവിടെ റിസോൾവ് ചെയ്യണം. അവിടെ റിസോൾവ് ചെയ്തിരിക്കുന്ന മെത്തേഡാണ് ആ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ആൽഫ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആംഗിളിൻ്റെ തിയറം വെച്ചിട്ടാണ് ആൽഫ അവിടെ വന്നിരിക്കുന്നത്. ഇതിവിടെ കണ്ടില്ലേ? ഇനി ആൽഫയുടെ ഓപ്പോസിറ്റ് ഉള്ളത് സൈൻ കമ്പോണൻറ്റ്, അതായത് പി സൈൻ ആൽഫ. ഇനി അതിൻ്റെ നേരെ അത് റിസോൾവിങ് അതായത് അബ്സല്യൂട്ട് ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ യാതൊരു സൈൻ കമ്പോണൻറ്റും മാർക്ക് ചെയ്യില്ല, കോസ് കമ്പോണൻറ്റും മാർക്ക് ചെയ്യില്ല. കാരണം അത് അബ്സല്യൂട്ടാണ്. അതായത് പി സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് പി സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് പി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അതിൻ്റെ ഹൈപ്പോട്ന്യൂസായിട്ട് ആക്ട് ചെയ്യണതാണ്. ഹൈപ്പോട്ന്യൂസിൽ, അപ്പോൾ ഹൈപ്പോട്ന്യൂസിൻ്റെ സൈഡിൽ നമ്മൾ ഒരിക്കലും കമ്പോണൻ്റ് ഓഫ് ഫോഴ്സസ് മാർക്ക് ചെയ്യരുത്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നിങ്ങൾക്ക് ട്രിഗണോമെട്രി അത്യാവശ്യം വശമില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, കാരണം ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് അതിൻ്റെ സൈൻ കമ്പോണൻ്റ് ആയിരിക്കുള്ളൂ, പി സൈൻ ആൽഫ, അത് എന്തായാലും ഉറപ്പാണ്. ഓക്കെ, പിന്നെ ഒരെണ്ണം കിടക്കുന്നതിൻ്റെ അബ്സല്യൂട്ട് കമ്പോണൻറ്റ് ഹൈപ്പോട്ന്യൂസ്, പിന്നെ ആകെ ഉള്ളത് ഒരു അഡ്ജസൻറ്റ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ ആയിരിക്കണം നമ്മൾ പി കോസ് ആൽഫ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതാണ് അവിടെ ആക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി വെയിറ്റ് നമ്മൾ നേരത്തെ റിസോൾവ് ചെയ്ത പോലെ ഡബ്ല്യു ആൽഫ എന്ന് പറഞ്ഞ ആംഗിളിൽ താഴത്തോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡബ്ല്യു സൈൻ ആൽഫ, പിന്നെ ഡബ്ല്യു കോസ് ആൽഫ, ഹൊറിസോണ്ടലും വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഞാൻ കുറച്ച് കണ്ടീഷൻ എല്ലാ ഫിഗറിൻ്റെയും താഴത്ത് ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാ ഫിഗറിൻ്റെയും താഴെ ഞാൻ കുറച്ച് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് വായിച്ചു നോക്കുക. അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സോ ദ ഫോഴ്സ് പി ഹാസ് ടു റിസോൾവ് ഇൻ ടു കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സസ് പി കോസ് ആൽഫ. കണ്ടോ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതിയും തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടത് മനസ്സിലാവും. പിന്നെ ഇതിലും ഞാൻ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്, പിയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം ഇത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇത്തിരി ടഫായിട്ട് തോന്നും, പക്ഷേ ഈ സിംപ്ലിഫിക്കേഷനെ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡെല്ലാം സെയിമാണ്. റിസോൾവ് ചെയ്തിട്ട് ഇക്വേഷൻ പിയുടെയും ആറിൻ്റെയും ടൈമിലാക്കിയേക്കണാണ് ചെയ്യുന്നത്. ഓക്കെ, കണ്ട, ആറിൻ്റെ ടൈമിലാക്കിയേക്കണം, ഇവിടെ പിയുടെ ടൈമിലാക്കിയേക്കണം. ഓക്കെ, എന്നിട്ട് നേരെ മ്യൂ സിക്വൽ ടാൻ ഫൈ സിക്വൽ ടു മ്യൂ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇസിക്വൽ ടു ടാൻ ഫൈ, അങ്ങനത്തെ ഉള്ള രണ്ട് കണ്ടീഷൻ ഉണ്ട്. എഫ് ഇസിക്വൽ ടു മ്യൂ ആർ. ഈ രണ്ട് കണ്ടീഷൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്ത് പിയുടെ വാല്യൂ കണ്ടുപിടിച്ചേക്കണാണ് ചെയ്യുന്നത്. അതായത് ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ ഞാൻ ആദ്യം തുടങ്ങിയതിൽ അവസാനം വരെ ഈ സെയിം മെത്തേഡാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം ഒരു പാറ്റേൺ ഓഫ് ഓപ്പറേഷനാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സിമ്പിളാണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ പ്രോബ്ലം ചെയ്യാൻ നമുക്കിത് ആവശ്യമില്ല, നിങ്ങൾക്കിത് പ്രൂഫായിട്ടും ചോദിക്കില്ല, അത് ഉറപ്പാണ്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു നോളജിന് വേണ്ടി മാത്രമാണ് ഞാനത് അങ്ങനെ തന്നിരിക്കുന്നത്. ഇനി വേറൊരു കേസസ് നോക്കാം. ഓക്കെ, ഫോഴ്സ് ഈസ് ഹൊറിസോണ്ടൽ, അതായത് കണ്ട ഫോഴ്സ് പി എന്ന് പറയുന്നത് ഡബിൾ ലൈൻ പോലെ കാണിച്ചിരിക്കുന്നത്. പി എന്ന് പറയുന്നത് പാരലലാണ്, എന്തിന്? ബേസിന് പാരലലാണ്. ഓക്കെ, ബട്ട് ബോഡി ടെൻസ് ടു സ്ലൈഡിങ് അപ്പ് ദ പ്ലെയിൻ, അതായത് ഇവിടെ
പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊണ്ട് നമ്മൾ ബോഡി അപ്വേർഡായിട്ട് നമ്മൾ പുള്ള് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പുള്ള് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റേത് റെസ്റ്റിലായിരുന്നു. നേരത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി റെസ്റ്റിലായിരുന്നു. ഇവിടെ പുള്ള് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അവിടെ സെയിം ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ആയിരുന്നു. ഇവിടെ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഫിസിക്കൽ ടു മ്യൂ ആർ. കാരണം ബോഡി ഈ ഇൻക്ലൈൻഡ് സർഫസിലിരിക്കുന്ന ബോഡി നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിൽ വലിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുള്ളൂ ഫ്രിക്ഷണൽ ഫോഴ്സ്. ബാക്കി റിസോൾവ് ചെയ്തിരിക്കുന്ന കമ്പോണൻ്റ് എല്ലാം സെയിം. കണ്ട, ഡബ്ല്യു, പിന്നെ ഡബ്ല്യു കോസ് ആൽഫ, ഡബ്ല്യു സൈൻ ആൽഫ, പി എന്ന് പറഞ്ഞ ഫോഴ്സ് രണ്ട് കമ്പോണൻ്റ് ആക്കി, പി കോസ് ആൽഫയും പി സൈൻ ആൽഫയും ആക്കി. ഓക്കെ, ഇനി അത് റിസോൾവ് ചെയ്തേക്കണേണ്. ഇതിൻ്റെ റിസോൾവിങ് ഞാൻ പറയാം. ഓക്കെ, നോക്കുക. ഏത് ഫോഴ്സസ് റിസോൾവിങ് ദ ഫോഴ്സസ് ഹൊറിസോണ്ടൽ. ഇവിടെ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതൊക്കെയാണ്? പി കോസ് ആൽഫ ഉണ്ട്, പിന്നെ ഡബ്ല്യു സൈൻ ആൽഫ ഉണ്ട്, പിന്നെ എഫ് ഇസിക്കൽ ടു മ്യൂ ആർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് റിസോൾവ് ചെയ്ത് ഇക്വേറ്റ് ടു 0 ചെയ്യണം. സിമ്പിൾ മെത്തേഡ്. അതായത് പി കോസ് ആൽഫ റൈറ്റിലോട്ടാണ്, അപ്പോൾ അത് പോസിറ്റീവ്. ഓക്കെ, പിന്നെ ഡബ്ല്യു സൈൻ ആൽഫയും എന്താ കണ്ട ഡബ്ല്യു സൈൻ വെയിറ്റിൻ്റെ കമ്പോണൻ്റായ ഡബ്ല്യു സൈൻ ആൽഫയും അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സും ലെഫ്റ്റിലോട്ടാണ്, അപ്പോൾ അത് രണ്ടും മൈനസ് ആൻഡ് ഇക്വേറ്റ് ടു 0. ഇതേ കണ്ട, പി കോസ് ആൽഫ പോസിറ്റീവ്, എഫ് അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ ആർന്ന് എഴുതാം, മൈനസ് ഡബ്ല്യു സൈൻ ആൽഫയും മൈനസ് ഇക്വേറ്റ് ടു 0 എഴുതി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് അത്രയും ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇവിടുത്തെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്തൊക്കെയാണ്? R ഉണ്ട്, നോർമൽ റിയാക്ഷൻ ഉണ്ട്, പിന്നെ അവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു കോസ് ആൽഫയുണ്ട്. ഓക്കെ, പിന്നെ പി സൈൻ ആൽഫ, ഈ എൻഡിലുള്ള പി സൈൻ ആൽഫ, ആ 3 കമ്പോണൻ്റ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള പോസിറ്റീവ്, അതായത് ഡബ്ല്യു കോസ് ആൽഫയും പി സൈൻ ആൽഫയും പോസിറ്റീവ് എടുക്കണം. R എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് എടുക്കണം. ഇതേ കണ്ടില്ലേ, റിസോൾവിങ് ദ ഫോഴ്സസ് വെർട്ടിക്കലി ഡബ്ല്യു കോസ് ആൽഫ മൈനസ് ആർ പ്ലസ് പി സൈൻ ആൽഫ എന്ന് പറയുന്ന ഒരു ഫോമിൽ കിട്ടും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി റീഅറേഞ്ച്മെൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബേസ് ഇതാണ്. ഓക്കെ, ഫ്രിക്ഷൻ ഫോഴ്സ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിസോൾവ് ചെയ്യുക. ആദ്യം ഈ ഡയഗ്രാം വരക്കുക. അണ്ട് വെയിറ്റിനിങ്ങനെ വെയിറ്റ് ഇൻക്ലൈൻഡ് പ്ലെയിനിലാണെങ്കിൽ ഉറപ്പായിട്ടും ആ താഴത്തുള്ള സംഭവം ഡബ്ല്യു കോസ് ആൽഫ ഡബ്ല്യു സൈൻ ആൽഫ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അത് മറക്കരുത്. പിന്നെ പി എന്ന് പറയുന്ന സംഭവം ഫോഴ്സ് അല്ലെങ്കിൽ ലോഡ് ഫോഴ്സ് ഹൊറിസോണ്ടൽ പാരലൽ ടു ദ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും റിസോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷനെല്ലാം മനസ്സിലാലോചിച്ചിട്ട് നിങ്ങൾ 1-2 പ്രാവശ്യം എഴുതി പഠിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഫിഗർ ഓർമ്മ വരും. കാരണം ഫിഗർ നിങ്ങൾക്ക് എക്സാമിന് തന്നിട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ, ഫോഴ്സസ് മേക്ക് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫോഴ്സസ് പി എന്ന് പറയുന്നത് ആ വെയിറ്റിന് ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പുള്ള് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ ഫോഴ്സ് പി എന്ന് പറയുന്നത് പാരലൽ ടു ദ ബേസ് ആയിരുന്നു. പക്ഷേ ഇത് ഒരു ആംഗിൾ, ഒരു എക്സ്ട്രാ ആംഗിൾ തീറ്റയിൽ നിന്നാണ് നമ്മൾ വലിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അവിടുത്തെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഓക്കെ, പി എന്ന് പറയുന്ന ഡയറക്ഷൻ അപ്വേർഡായിട്ട് നമ്മൾ പുള്ള് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, പിന്നെ വേറെ ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്, അതിൻ്റെ ബോഡി ടെൻസ് ടു സ്ലൈഡ് ഡൗൺ. ഓക്കെ, അതായത് ബോഡി സ്ലൈഡ് ഡൗൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് അവിടെ വേറെ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തിട്ടില്ല, താഴത്തോട്ടാണ് അത് ടെൻഡ് ചെയ്യണത്. എന്ത്? സ്ലൈഡ് ചെയ്യാൻ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായാലും അപ്വേർഡ് ഡയറക്ഷൻ, അതുകൊണ്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിൽ ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഫോഴ്സ് പി എന്ന് പറയുന്ന സംഭവം ഒരു ആംഗിൾ തീറ്റയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ റിസോൾവ് ചെയ്തു. എങ്ങനെ? പി കോസ് തീറ്റയും പി സൈൻ തീറ്റയും ആക്കി. പി സൈൻ തീറ്റ അവിടെ വരാൻ കാരണം എന്താണ്? തീറ്റയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന കമ്പോണൻറ്റ് സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. ഓക്കെ, നേരെ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡിലുള്ളത് അത് കോസ് തീറ്റ ആയിരിക്കും, അതല്ലെങ്കിൽ കോസ് കമ്പോണൻ്റ് ആയിരിക്കുള്ളൂ. ഇവിടെ പി കോസ് തീറ്റ. ഓക്കെ, പി എന്ന് പറയുന്നത് അതിൻ്റെ അബ്സല്യൂട്ട് കമ്പോണൻറ്റ്. അത്രേ ഉള്ളൂ. പിന്നെ അറിയാലോ, ഒരു ബോഡി ഇൻക്ലൈൻഡ് സർഫസിലാണെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ആൽഫ എന്ന് പറയുന്ന ആംഗിളിലായിരിക്കുള്ളൂ. അത് ഈ ഫ്രിക്ഷൻ പഠിക്കുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രം നിങ്ങൾ വരച്ച് പഠിക്കുക. നേരെ ഇത് റിസോൾവ് ചെയ്തേക്കണേണ് കാണുന്നത്. കണ്ട, റിസോൾവ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ഫോഴ്സസും ഹൊറിസോണ്ടൽ ഫോഴ്സസും റിസോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനൊന്നും കൂടി പറയാം, ഇതിൻ്റെ റിസോൾവിങ് കൂടി പറയാം. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സസിനെയാണ് റിസോൾവ് ചെയ്യണമെങ്കിൽ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഇതിൽ പി കോസ് തീറ്റ ഉണ്ട്. ഇതിൽ പി കോസ് തീറ്റ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്. പിന്നെ ഡബ്ല്യു സൈൻ ആൽഫ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്. പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഫിസിക്കൽ ടു മ്യൂ ആറും ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് റിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്?
എഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടുവേഴ്സ് റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അത് പോസിറ്റീവ്. ഓക്കെ, പി കോസ് തീറ്റയും റൈറ്റ് സൈഡിലോട്ടാണ്, അപ്പോൾ അതും പോസിറ്റീവ്. പിന്നെ ഡബ്ല്യു സൈൻ ആൽഫ നമ്മുടെ സൈൻ കൺവെൻഷൻ അനുസരിച്ച് ലെഫ്റ്റിലോട്ടാണ്, അപ്പോൾ അത് നെഗറ്റീവ്. അപ്പോൾ എങ്ങനെയായിരിക്കുള്ളൂ വരുന്നത്, നമ്മൾ ആൻസറിലോട്ട് നോക്കണേക്ക് മുമ്പ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, അതായത് എഫ് പോസിറ്റീവ്, കോസ് തീറ്റയും പോസിറ്റീവ്, അതായത് പി കോസ് തീറ്റ പ്ലസ് എഫ് മൈനസ് ഡബ്ല്യു സൈൻ ആൽഫ ഇസിക്കൽ ടു 0. കണ്ട, പി കോസ് തീറ്റ പ്ലസ് എഫിന് ഒരു മ്യൂർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത്രേ ഉള്ളൂ, മൈനസ് ഡബ്ല്യു സൈൻ ആൽഫ ഇസിക്കൽ ടു 0. ഇനി നേരെ വെർട്ടിക്കൽ ഫോഴ്സ് ഏതൊക്കെയാണ് ഇവിടെ? ആർ ഉണ്ട്. ഡബ്ല്യു എന്ന് പറയുന്ന സംഭവത്തിനാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത് 2 കമ്പോണൻ്റ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഡബ്ല്യു കോസ് ആൽഫ. അപ്പോൾ പിന്നെ വേറെ ഏതൊക്കെയാണ്? പി സൈൻ ആൽഫ ഉണ്ട്. ആ 3 കമ്പോണൻ്റാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് റിസോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈൻ കൺവെൻഷൻ അനുസരിച്ച് എങ്ങനെ വരും? ആർ മൈനസ് ആവും. ഓക്കെ, അതായത് ഡബ്ല്യു കോസ് ആൽഫ മൈനസ് ആർ പി സൈൻ ആൽഫ അപ്വേർഡ് ഡയറക്ഷൻ, സോ അതും നെഗറ്റീവ്. അപ്പോൾ ഫൈനലായിട്ട് ഡബ്ല്യു കോസ് ആൽഫ മൈനസ് ആർ മൈനസ് പി സൈൻ തീറ്റ ഇസിക്കൽ ടു 0. കണ്ടില്ലേ? ഡബ്ല്യു കോസ് ആൽഫ മൈനസ് പി സൈൻ തീറ്റ മൈനസ് ആർ ഇസിക്കൽ ടു 0. ഓക്കെ, അതാണ് സംഭവം. ഇനി അത് റീഅറേഞ്ച് ചെയ്യാനുള്ളതാണ്. പിന്നെ നേരത്തെ ചെയ്തേക്കണ കേസസ് പോലെ ഇതിലും ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഫോഴ്സ് ബീൻ്റെ. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ റിസോൾവ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, ഇനി ലാസ്റ്റ് കേസ് ആയിട്ടാണ്. ഓക്കെ, ലാസ്റ്റ് കേസാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത്? ഒരു ഫോഴ്സ് ഈസ് അപ്ലൈഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ, ഒരു ആംഗിളിൽ തീറ്റ സെയിം തന്നെ, പക്ഷേ ബോഡി അപ്വേർഡ് ആയിട്ടുള്ള ഒരു ടെൻഡൻസിയിലാണ്, അപ്വേർഡ് ആയിട്ട് നമ്മൾ പുള്ള് ചെയ്യുന്നുണ്ട്. നേരത്തെ കമ്പോണൻറ്റിൽ ലോഡ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ, അതായത് ബ്ലോക്ക് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഇരിക്കണതാണ്, അത് റെസ്റ്റിലാണ്. അത് അതിൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെ അത് സ്ലൈഡ് ആവാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു. അപ്പോൾ അതിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് സെയിം ഡയറക്ഷൻ ഓഫ് പി. ഇതിൽ നേരെ, അതായത് എപ്പോഴാണോ ഒരു ബോഡി ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഇരിക്കുന്നത് അതിന് നമ്മൾ പുള്ള് ചെയ്ത് അപ്വേർഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ നമ്മൾ കമ്പൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുള്ളൂ. ഓക്കെ, അതാണ് ഇതേ കാണിച്ചിരിക്കുന്നത്. എഫ് ഇസിക്കൽ ടു മ്യൂ ആർ, നേരെ ഓപ്പോസിറ്റ്. ബാക്കിയെല്ലാം നേരത്തെ പോലെ തന്നെ. വെയിറ്റ് റിസോൾവ് ചെയ്തിട്ടുണ്ട്, കോസ് കമ്പോണൻറ്റ്, സൈൻ കമ്പോണൻറ്റ്, പിന്നെ പി അബ്സലൂട്ട് കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ്, അതും റിസോൾവ് ചെയ്ത് 2 കമ്പോണൻ്റ് ആക്കി, പി കോസ് തീറ്റ പി സൈൻ തീറ്റ. ഓക്കെ, നേരെ റിസോൾവ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണിത്. സെയിം സൈൻ കൺവെൻഷൻ സെയിം എടുക്കുക. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞേക്കുന്ന പോലെ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഒരു ഫൈനലായിട്ടൊരു ഇക്വേഷൻ കണ്ടെത്തി. ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇത്രയും കേസസ് നമ്മൾ പഠിച്ചു. ഇതെല്ലാം കൂടി ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു ഡയഗ്രാം പോലെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതേപോലെ ഒരു 8 മെത്തേഡിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ സ്പ്ലിറ്റായിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി. അതായത് കേസ് 1, ആദ്യത്തെ കേസ് എന്നാണ്? ബോഡി ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇരിക്കുന്നു എന്നുള്ളൊരിത്. അപ്പോൾ അവിടുത്തെ ലോഡ് ഡൗൺവേർഡ് ഡയറക്ഷൻ, അപ്പം അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുള്ളൂ. എന്ത്? നോർമൽ റിയാക്ഷൻ. പിന്നെ പി എന്ന് പറയുന്നത് പുൾ ചെയ്യുന്ന ഡയറക്ഷൻ, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുള്ളൂ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ. അതായത് പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഹൊറിസോണ്ടലിന് ഒരു തീറ്റ ഡിഗ്രി ആയിട്ട് അപ്ലൈ ചെയ്ത്, അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു ആംഗിളിലാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കാണണം. എന്തിനു വേണ്ടി? റിസോൾവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതാണ് ആ പി കോസ് തീറ്റയും പി സൈൻ തീറ്റയും. അപ്പോൾ പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് ലെഫ്റ്റ് മോസ്റ്റ് ഡയറക്ഷനിലോട്ട് പോകാനുള്ള വേറൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലോട്ടാണ്, അതായത് ടുവേഴ്സ് റൈറ്റ് സൈഡിലോട്ടുള്ള, അതായത് അപ്വേർഡിലോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പോയിന്റ് ചെയ്യും. പിന്നെ നോർമൽ റിയാക്ഷൻ ഡബ്ല്യു താഴത്തോട്ട്. ഓക്കെ, അത്. പിന്നെ മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോഡ് അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലിരിക്കുന്നു. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിനിലിരിക്കുന്നു, പിന്നെ ഫോഴ്സ് പി ഈസ് ആക്ടിങ് പാരലൽ ടു ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ, അതായത് ആ ചരിഞ്ഞിരിക്കുന്ന സർഫസിന് പാരലായിട്ട് തന്നെയാണ് വലിക്കുന്നത്.
ഓക്കെ, അതായത് പാരലൽ കമ്പോണൻറ്റ് എപ്പോഴാണോ വരുന്നത്, പാരലൽ കമ്പോണൻറ്റ് ടു ദ ബേസ് അതല്ലെങ്കിൽ പാരലൽ കമ്പോണൻറ്റ് ടു ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കമ്പോണൻറ്റിനെ, അത് ഫോഴ്സ് ആയിരിക്കും മിക്കവാറും, അപ്പോൾ ആ കമ്പോണൻറ്റിനെ നമ്മൾ റിസോൾവ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ പി റിസോൾവ് ചെയ്യാഞ്ഞത്. ഓക്കെ, പിന്നെ വേറൊരു കണ്ടീഷൻ ഇവർ പറയുന്നത് ബോഡി ടെൻസ് ടു സ്ലൈഡ് ഡൗൺ എന്നാണ്. അതായത് ബോഡി നമ്മൾ പുള്ളും ചെയ്യുന്നില്ല, അത് അതിൻ്റെ വെയിറ്റ് കാരണം കൊണ്ട് തന്നെ ഈ താഴോട്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ മൂവ്മെൻറ്റ് ബോഡിയുടെ താഴത്തോട്ടാണ്, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, ടോപ്പിലോട്ട്. അതാണ് ഫിസിക്കലും മ്യൂർ അപ്വേർഡ് ഡയറക്ഷൻ. പിന്നെ വെയിറ്റ് ഇംഗ്ലണ്ട് പ്ലെയിനിൽ ഇരിക്കണതുകൊണ്ട് റിസോൾവ് ചെയ്ത് ഡബ്ല്യു കോസ് ആൽഫ ഡബ്ല്യു സൈൻ ആൽഫ വെച്ച്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ സെയിം, അത് ഡയഗ്രാം വൈസ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളൂ. പിന്നെ സെയിം ഫോഴ്സ് പാരലാണ്, അപ്പോൾ അത് റിസോൾവ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ബോഡി നമ്മൾ പുള്ള് ചെയ്യുന്നുണ്ട്, പി എന്ന് പറഞ്ഞ ഫോഴ്സ് വെച്ച് പാരലായിട്ട് നമ്മൾ പുള്ള് ചെയ്ത് അപ്വേർഡ് ഡയറക്ഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ ഫോഴ്സ് ഫിസിക്കൽ ടു മ്യൂ ആർ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ഈസ് ഹൊറിസോണ്ടൽ. ഓക്കെ, പാരലൽ എന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മളിത്. ഇനി ഹൊറിസോണ്ടൽ ടു ദ പ്ലെയിൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട്, ആൽഫ എന്ന് പറയുന്ന ഒരു ആംഗിൾ. അപ്പോൾ ഹൊറിസോണ്ടൽ നിങ്ങളുടെ മിക്ക കേസസും, പ്രോബ്ലത്തിൻ്റെ മിക്ക കേസസ് ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വെച്ച് റിസോൾവ് ചെയ്യാനായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കിയിരിക്കുക. അത് അപ്പോൾ പി കോസ് ആൽഫ പി സൈൻ ആൽഫ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇവിടെ ബോഡി ടെൻസ് ടു സ്ലൈഡ് ഡൗൺ ആണ്. അതായത് ബോഡിക്ക് ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നില്ല, ആ ബോഡിയുടെ വെയിറ്റ് കൊണ്ട് തന്നെ താഴോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, പിന്നെ ഹൊറിസോണ്ടൽ ആയതുകൊണ്ട്, ഫോഴ്സ് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് പി എന്ന് പറയുന്ന സംഭവം നമ്മൾ റിസോൾവ് ചെയ്തേക്കുന്നു. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞ 8 കേസസും ഞാനൊന്ന് സിമ്പിളായിട്ട് ആദ്യം തന്നെ നിങ്ങൾക്കൊരു ഇൻട്രോ തന്നിട്ട് അത് വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇനി ഫോഴ്സ് ഈസ് ഹൊറിസോണ്ടൽ ടു ദ ബേസ്. കണ്ട, ഫോഴ്സ് ഹൊറിസോണ്ടലാണ് ടു ദ ബേസിന് ഹൊറിസോണ്ടലാണ്. അപ്പോൾ ആൽഫ എന്നുള്ള ആംഗിൾ ഉണ്ടാക്കി, അപ്പോൾ അത് അതിന് ആൽഫയുടെ നേരെ ഓപ്പോസിറ്റ് സൈൻ കമ്പോണൻറ്റ്, അതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് കോസ് കമ്പോണൻറ്റ് അത് വെച്ച് എഴുതി. പിന്നെ ഡബ്ല്യു എല്ലായ്പ്പോഴും നമ്മൾ റിസോൾവ് ചെയ്യണ പോലെ അത് റിസോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഈ കണ്ടീഷനിൽ ഫിസിക്കൽ ടു മ്യൂ ആർ ഡൗൺവേർഡ്സ് ആണ്, കാരണം ബോഡി സ്ലൈഡിങ് അപ്പ് ദ പ്ലെയിൻ ആണ്. അതായത് ഒരു ഫോഴ്സ് യൂസ് ചെയ്ത് നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിൽ സ്ലൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അതിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി ഏഴാമത്തെ കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് മേക്ക് ആൻ ആംഗിൾ തീറ്റ. അതായത് ഇംഗ്ലൈൻഡ് പ്ലെയിൻ്റെ ആയിട്ട് തീറ്റ എന്ന് പറഞ്ഞ ഒരു ആംഗിൾ ഉണ്ടാക്കി. ഓക്കെ, നേരത്തെ ഇംഗ്ലൈൻഡ് പ്ലെയിനിൽ തന്നത് പാരലൽ എന്ന് പറഞ്ഞാണ് തന്നത്, ഇത് ഒരു തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ എവിടെ കണ്ടാലും ഒരു ആംഗിളിലാണ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണമെങ്കിൽ അതിനെ റിസോൾവ് ചെയ്യാൻ നമ്മൾ അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ടും ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, പി സൈൻ തീറ്റ പി കോസ് തീറ്റ. പിന്നെ വെയിറ്റ് എല്ലായ്പ്പോഴും പോലെ നമ്മൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അത് റിസോൾവ് ചെയ്യുക സൈൻ കൺവെൻഷൻ അനുസരിച്ച്. ലാസ്റ്റ് കേസാണ് എട്ടാമത്തെ കേസ്. ഇതിൽ വേറൊന്നുമില്ല, അതായത് ഏഴാമത്തെ കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോഡി അവിടെ സ്ലോപ്പിലിരിക്കുകയാണ്, ടെൻസ് ടു സ്ലൈഡ് ഡൗൺ ആണ്. പക്ഷേ ഈ ബോഡി അപ്വേർഡായിട്ടൊരു ഫോഴ്സ് കൊടുത്ത് നമ്മൾ പുള്ള് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ്, വേറെ ഒരു മാറ്റവും ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാലും നിങ്ങൾക്ക് ഡയഗ്രാം സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ.